നമ്മുടെ ഇടുക്കി മൂന്നാർ ഭാഗത്തോടൊക്കെ ട്രിപ്പ് പോകാൻ നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ഇടുക്കിയിലെ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വലിയൊരു പാറക്കല്ല് റോഡിലേക്ക് പതിച്ചു എന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഒത്ത നടുക്ക് വന്ന് ട്രാഫിക് പോലീസുകാർ നിൽക്കുന്നല്ലേ, ഈ പാറക്കഷ്ണം നിൽക്കുന്ന കണ്ടില്ലേ. അപകടകരമായ രീതിയിൽ ഇനിയും ചില പാറക്കല്ലുകൾ ഈ ഗ്യാപ്പ് റോഡിന്റെ ഉച്ചിയിൽ ഇരിപ്പുണ്ട്. ഈ മലമുടിയിൽ നിന്ന് വേണമെങ്കിൽ ഇനിയും കല്ലുകൾ ഉരുണ്ട റോഡിലേക്ക് വരാം. ഇത്ര ഒരു വലിയൊരു കല്ല് എന്തെല്ലാം അത്യാഹിതം ഉണ്ടാക്കാമായിരുന്നു. ഭാഗ്യം. രാഹുൽ വിജയൻ നമുക്കൊപ്പം ശരിയാണ്. രാഹുൽ, അതായത് നമ്മുടെ ഇടുക്കി മൂന്നാർ ഗ്യാപ്പ് റോഡിലേക്ക് നമ്മുടെ മേളിന്ന്, നമ്മുടെ മലയുടെ മേളിന്ന് കല്ല്, വലിയ പാറക്കല്ല് ഉരുണ്ട് വന്നിട്ട് റോഡിന് നടുക്ക് കുത്തി നിൽക്കുന്ന സീനാണ് ഈ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയത്. ഇതിപ്പോ ഈ എന്താ പറയാ, ഇപ്പൊ മൂന്നാറ് ഇടുക്കിയൊക്കെ പോകുന്നവര് എത്ര ശ്രദ്ധിച്ചാലും എത്ര സ്ലോയില് പോയാലും എങ്ങനെയൊക്കെ നോക്കിയാലും ഈ ഒരു അപകടം നമുക്ക് എന്താ കാരണവശാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. കാരണം നമ്മൾ അറിയില്ല, നമ്മൾ എത്ര സൂക്ഷിച്ച് എങ്ങനെയൊക്കെ നോക്കിപ്പോയാലും ഈ പാറക്കല്ലിന് വെളിവും ബോധമില്ല. സോ അത് ട്രിപ്പ് പോകുന്നവര്, പ്രത്യേകിച്ച് ബൈക്കിനും കാറിന് പോകുന്നവര് ശരിക്കും സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഈ വളവൊക്കെ വളക്കുമ്പോൾ രാത്രിയൊക്കെ ചിലവര് സ്പീഡിലൊക്കെ വന്നിട്ട് വളക്കും, കാരണം ആരും ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളവിലൊക്കെ ഇതുപോലത്തെ സാധനം ഇടിച്ച് പപ്പടമായി പോകും. അപ്പോ മൂന്നാറ് ഇടുക്കി ഭാഗത്തോടൊക്കെ യാത്ര ചെയ്യുന്നവര് വളരെ സൂക്ഷിച്ച് വേണം യാത്ര ചെയ്യാൻ. കാരണം ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഇപ്പൊ മൊത്തത്തിൽ പ്രകൃതിയുടെ ഭാഗത്തു നിന്നുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ മണ്ണിടിച്ചില്, മല ഇടിച്ചില്, അതുപോലെ തന്നെ എന്താ പറയാ ഇപ്പൊ ഈ കാണുന്ന പാറയുടെ വിഷയം, മരം വീണിടക്കല്, റോഡ് പൊടിഞ്ഞിടക്കല്, അങ്ങനെ കുറെ സീൻസ് ഉണ്ട്. അപ്പോ ശരിക്കും സൂക്ഷിക്കുക, ശരിക്കും അന്വേഷിച്ചും നോക്കിയും കണ്ടും മാത്രം ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുക. മാക്സിമം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കുറച്ച് കുറക്കണതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ മഴയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ളത് കൊണ്ട്, മിന്നലെല്ലാം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ലാൻഡ് സ്ലൈഡിങ്ങും അതുപോലെ തന്നെ ഇതുപോലത്തെ കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ മാക്സിമം എല്ലാവരും സൂക്ഷിക്കുക.